പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാര്, നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുമ്പോ ആ പെണ്ണിന്റെ അടുക്ക ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? രാവിലെ ജോലിക്ക് വേണ്ടി എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വിറക് വെട്ടുന്ന പാവപ്പെട്ടവനാണ്, വിറക് വെട്ടുകാരനാണ്. രാവിലെ തന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഭാര്യ ചെന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാ, ഭാര്യ ചെന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇക്കാ വൈകുന്നേര സമയം ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹറാമിന്റെ പൈസ കൊണ്ടുവരല്ലേ, ഹറാമിന്റെ ഭക്ഷണം കൊണ്ടുവരല്ലേ. പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണിക്കാ, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്. ഈ വീട്ടിലേക്ക് ഹറാമിന്റെ പൈസ കൊണ്ടുവരരുത്, പലിശ പൈസ കൊണ്ടുവരരുത്, അതാ ലോട്ടറി അടിച്ച കാശുമായി കടന്നു വരരുത്, ഒരാളെയും പറ്റിച്ച പൈസയുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ. ആ ഹറാമിന്റെ പൈസ കൊടുത്തു വാങ്ങിയ ഒരു ഭക്ഷണവും ഈ വീടിന്റെ അകത്ത് കൊണ്ടുവരല്ലേ എന്ന് ഭർത്താവിനോട് എല്ലാ ദിവസവും രാവിലെ പറയുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നമ്മുടെ ഭാര്യമാര് പറയുവോ? ചെറുപ്പക്കാരാ, നമ്മുടെ ഭാര്യമാരങ്ങനെ പറയുവോ? ഇന്ന് പെണ്ണുങ്ങൾ പറയും, യവനെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പൈസ മതിയെന്ന് പറയുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ ആ പെണ്ണങ്ങനെ പറയാറുള്ള കാരണം എന്താ? ഭർത്താവിനെ ഓർമ്മപ്പെടുത്താറുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഏത് വീട്ടിലാണോ ഹറാമായ പണമുള്ളത്, ഏത് വീട്ടിലാണോ ഹറാമായ സമ്പത്തുള്ളത്, ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണെ, നീ വിധവയായി പോകുമടി. ലോട്ടറി എടുക്കുന്ന ഭർത്താവിനെ നന്നാക്കിക്കോ, പലിശ കച്ചവടം നടത്തുന്ന ഭർത്താവിനെ നന്നാക്കിക്കോ, ലഹരി വസ്തുക്കൾ കച്ചവടം നടത്തുന്ന ഭർത്താവിനെ നന്നാക്കിക്കോ. ഇല്ലെങ്കിൽ ആ മനുഷ്യന്റെ മയ്യത്ത് കാണാ ഒരുങ്ങിയിരുന്നോ പെണ്ണേ. അല്ലാഹുവേ, അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, പണത്തിനോട് യാതൊരു ആർത്തിയുമില്ല, പണത്തിനോട് യാതൊരു ആർത്തിയുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, പഠിച്ചവനെ 10ഉം 12ഉം വയസ്സുള്ള മക്കളുണ്ടല്ലോ, 10ഉം 12ഉം വയസ്സുള്ള മക്കളുണ്ടല്ലോ. അല്ലാഹുവേ, ഇന്ന് ഖുർആൻ പഠിക്കേണ്ട സമയമാണ്, വെക്കേഷന്റെ സമയം, വെക്കേഷന്റെ സമയം. അല്ലാഹുവേ, പള്ളിയിൽ പോയി ഖുർആൻ പഠിക്കേണ്ട സമയം, നിസ്കരിക്കാൻ പഠിക്കേണ്ട സമയം. ഈ പുണ്യമായ ഈ ഒരു മാസം ലീവ് കിട്ടുന്ന ഈ സമയത്ത് ഉമ്മയും ബാപ്പയും മക്കളോട് പറയുന്നത് എന്തെന്നറിയുവോ? ഇന്ന് റോഡിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കാഴ്ച കാണാ. 12 വയസ്സുള്ള മകൻ, 13 വയസ്സുള്ള മകൻ ഒരു ബെഞ്ചും ഡെസ്കും പിടിച്ച് റോഡിന്റെ സൈഡിലിട്ടിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഉപ്പിലിട്ട നെല്ലിക്ക കച്ചവടം നടത്തുകയാ, മാങ്ങ ഉപ്പിലിട്ടിട്ട് വിറ്റുകയാണ്. എന്തിനാ പടച്ചവനെ പണമുണ്ടാക്കാറ്? എന്റെ പ്രിയപ്പെട്ടവരെ, 10 വയസ്സുകാരൻ, 12 വയസ്സുകാരൻ, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഉമ്മയും ബാപ്പയും പണത്തിനോടുള്ള ആർത്തിയാ കൊടുക്കുന്നത്. അവനോട് പണത്തിന് അല്ലാഹനെ കുറിച്ചോ നബിയെ കുറിച്ചോ ദീനിനെ കുറിച്ചോ പഠിപ്പിക്കാനല്ല ആർത്തിയുള്ളത്. പണമുണ്ടാക്കാൻ മക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ മഹാനായ അബൂദറിൽ ഗിഫാരി, അബൂദർ റളിയല്ലാഹു തആല അൻഹു, അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥ കടന്നു വന്നപ്പോ, അവിടുത്തെ മരണം അടുത്ത് വന്നപ്പോ എല്ലാ മക്കളെയും അടുത്ത് വിളിക്കുകയാണ്, എല്ലാ മക്കളെയും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, മക്കളെ, വാപ്പാനെ വെറുക്കല്ലേ, വാപ്പാനെ ശപിക്കല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും ഇന്നുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വച്ചിട്ടില്ല. അല്ലാഹുവേ, അവിടെന്ന് പറയുക